ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു സമയം, ആ സമയം ഞാൻ പറയുന്നുണ്ട്. ആ പ്രത്യേക സമയം നിങ്ങൾ എന്തു മനസ്സിൽ ആഗ്രഹിച്ചാലും അത് നടന്നു കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആ സമയം നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ ഉള്ള ഒരു പ്രത്യേക സമയമാണ് ഞാൻ പറയുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കുക, അപ്പോൾ അറിയാമല്ലോ, എന്താഗ്രഹിച്ചാലും അത് നടന്നു കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയുടെ ഉയർച്ച ആയിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, വിദേശവാസമായിക്കോട്ടെ, മറ്റുള്ളവരുമായിട്ട് ഐക്യത്തിലാകുന്ന കാര്യമായിക്കോട്ടെ, ജീവിതത്തിലെ ദാരിദ്ര്യം മാറി സമ്പത്തിലേക്ക് വരുന്ന കാര്യമായിക്കോട്ടെ, അല്ലെ ഒരു നല്ല ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അത് നടക്കുന്നില്ല, അത് നടക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ മക്കൾ നിങ്ങളുമായിട്ട് ഐക്യത്തിലാകാനായിക്കോട്ടെ, ഏത് കാര്യവും ഞാനീ പറയുന്ന ഒരു പ്രത്യേക സമയം 24 മണിക്കൂറിനുള്ളിൽ ആ സമയം ഉണ്ട്. ആ സമയം ഇത് ലോകത്തിൽ ആരും നിങ്ങളോട് പറഞ്ഞു തരത്തില്ല. ഇതൊരു ശരനൂൽ രഹസ്യമാണ്. ഞാൻ പറഞ്ഞ ശരനൂൽ രഹസ്യങ്ങൾ ശരിയായിട്ട് ചെയ്തവരെല്ലാം ചോദിച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ വില അറിയുമോ എന്നെനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ചെറുതൊന്നുമില്ല, ഇത് വലിയ കാര്യങ്ങളാണ്. പക്ഷെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അവിടെ അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് വർക്കുകൾ ഞാൻ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനിലയാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക, ചെയ്യാൻ വിശകലനം ചെയ്യാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും, നല്ല കാര്യം പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് ഇത് പറഞ്ഞുതരാം. ഇത് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യമാണ്. ഞാൻ ഇപ്പം ഇന്ന് ആളുകളെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. അതൊന്നും അധികം ആളുകൾ കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തു, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് നാളെ ഒരിക്കലും ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് കഴിഞ്ഞായിരിക്കും വീഡിയോ കാണുന്നെങ്കിൽ 100%, 101% ഞാൻ പറയുന്നു, നിങ്ങൾ പശ്ചാത്തപിച്ചിരിക്കും അന്നത് കണ്ടിരുന്നെങ്കിൽ എന്ന്. ഒരു സംശയമില്ല, അത്ര സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇപ്പം ഇന്നൊരാൾക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇന്ന് വണ്ടി കിട്ടത്തില്ല, അടുത്ത ദിവസം കിട്ടത്തുള്ളൂ, ആ ഡേറ്റിൻ്റെ വണ്ടി കിട്ടത്തുള്ളൂ എന്ന് ഇപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ അതായത് നമ്മളുടെ മൂക്കിലൂടെ, 2 മൂക്കിലൂടെ ശ്വാസം പോകുന്നത് നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ചാൽ മനസ്സിലാകത്തില്ല, സൈഡിൽ വെക്കുക. അപ്പോൾ രാവിലെ 11-നും 11:45 ഇടയിലുള്ള സമയം, ഉച്ചയ്ക്ക് രാവിലെ വെളുപ്പിന് 5:30-ക്കും 5:45 ഇടയിലുള്ള സമയം, രാവിലെ 6-നും 6:30-ക്കും ഇടയ്ക്കുള്ള സമയം, ഉച്ച കഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്കുള്ള സമയം, വൈകിട്ടാണെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം. ഇത്രയും സമയങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ മൂക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈ കൈ വെച്ച് നോക്കുക. നേരെ വെച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല, മൂക്കിൻ്റെ സൈഡിൽ വെച്ച് നോക്കണം. അപ്പോൾ ഇടത് മൂക്കിൽ കൂടി ശ്വാസം കൂടുതൽ പോകുന്ന സമയം അത് ഏതാണെന്ന് നോക്കുക. ഈ സമയത്തിനുള്ളിൽ എപ്പോഴാണ്, അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഈ സമയത്ത് പല സമയങ്ങളിൽ, ഈ പറഞ്ഞ സമയങ്ങളിൽ ചെയ്തിട്ട് വലത് മൂക്കിൽ കൂടെ ശ്വാസം കൂടുതൽ പോകുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം ശ്രദ്ധിക്കുക. അപ്പോൾ ഇടത് മൂക്കിൽ കൂടി ഞാൻ ഈ പറഞ്ഞ 4 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം ഇടത് മൂക്കിൽ കൂടി ശ്വാസം പോകുന്ന സമയം വരും. ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ പരമേശ്വരനോടും പരമേശ്വരിയോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പറയുക. എന്നിട്ട് ഉച്ചിയിൽ ഒരു ശിവലിംഗം സങ്കല്പിച്ച് ആഗ്രഹം നടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ ആഗ്രഹം ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്താൽ നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ വിചാരിക്കും ഇടതുമൂക്കിൽ കൂടി ശ്വാസം പോകുന്നത്, ഈ എല്ലാ സമയവും ഇടതുമൂക്കിൽ കൂടെ, ഇപ്പം ചില സമയം ഇടതുമൂക്കിൽ കൂടെ കൂടുതൽ ശ്വാസം പോകും, ചില സമയം വലതുമൂക്കിൽ കൂടെ ആയിരിക്കും കൂടുതൽ ശ്വാസം പോകുന്നത്, ചില സമയം 2 മൂക്കിൽ കൂടെ കൂടുതൽ ശ്വാസം പോകും. ഇത് 2 മൂക്കിൻ്റെ സൈഡിൽ ഈ കൈ വെച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇത് ശരനൂൽ ശാസ്ത്രം അനുസരിച്ചാണ്. അതിന് ദിവസവും പല കണക്കുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ 4 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങളിങ്ങനെ നോക്കുക. അതിൽ ഏതെങ്കിലും ഒരു സമയം ഇടതുമൂക്കി കൂടെ പോകുന്നെങ്കിൽ ആ ഒരു സമയം പരമേശ്വരനോടും പരമേശ്വരിയോടും നിങ്ങൾ പ്രാർത്ഥിച്ച്
നിങ്ങളുടെ ആഗ്രഹം പറയുക. എന്നിട്ട് നിങ്ങൾ ഉച്ചയിൽ പരമേശ്വരനും പരമേശ്വരിയെയും ഒരു ശിവലിംഗം സങ്കല്പിച്ച് ധ്യാനിക്കുക. അല്പനേരം 1 മിനിറ്റോ 1/2 മിനിറ്റോ ചെയ്താൽ മതി. ഇത് നിങ്ങൾ ചെയ്യുക. ഇതിങ്ങനെ ഈ ഇടതുമൂക്കിൽ കൂടി ശ്വാസം പോകുന്ന ഈ പറഞ്ഞ 4 സമയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം. ആ സമയങ്ങളിലൊക്കെ ഇത് ആവർത്തിക്കണം. നിങ്ങളുടെ ആ കാര്യം നടന്നു കിട്ടുമെന്നുള്ളതാണ്. എത്ര നടക്കാത്ത ആഗ്രഹവും എത്ര വരുതിയിൽ വരാത്തവരും നമ്മുടെ വരുതി വരും. എത്ര നടക്കാത്ത ആഗ്രഹവും നടന്നു കിട്ടും. നിങ്ങൾക്ക് വലിയ വലിയ കേസുകൾ വിജയിക്കാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ ഭാവി ഉണ്ടാകാൻ, അല്ലെങ്കിൽ വലിയ ഒരു പ്രശസ്തനാകാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ജോലി ആയിക്കോട്ടെ വലിയ ജോലി ആയിക്കോട്ടെ സമ്പത്തുണ്ടാകാൻ, അല്ലെ മക്കള് നിങ്ങളുമായിട്ട് ഐക്യത്തിലാകാൻ, അല്ലെ ഭാര്യയും ഭർത്താവുമായി ഐക്യത്തിലാകാൻ, അല്ലെ പ്രൊമോഷൻ കിട്ടാൻ, അല്ലെ ബോസും താഴെയുള്ള സബോർഡിനേറ്റുമായിട്ട് നല്ലൊരു ഐക്യത്തിലാകാൻ, എന്തിനും സത്യസന്ധമായ നല്ല കാര്യത്തിന് ചെയ്യാം. ഇതെല്ലാം ശിവവിദ്യകളാണ്. തെറ്റായ ചിന്തയോടോ ആരോ മുതലെടുക്കാനോ ചെയ്യരുത്. അതിന് തിരിച്ചടികൾ ഉണ്ടാവും. ഇതെല്ലാം ശിവവിദ്യകളാണ്. നന്മ മാത്രം പ്രതീക്ഷിച്ച് നന്മയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാനും ഏത് കാര്യത്തിനും ചെയ്യാം. ഏത് കാര്യത്തിനും. നിങ്ങളിപ്പം ഒരു ഓഫീസിൽ പോകുന്ന ഒരു കാര്യം നടക്കുന്നില്ല, പലതവണ നടന്നിട്ട് ഈ വിദ്യ ചെയ്യാം. എല്ലാവരും നമുക്ക് അനുകൂലമാകും എന്നുള്ളതാണ്. എന്ത് സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. ഇത് ഞാനീ പറഞ്ഞ കാര്യം ലോകത്തിൽ ഒരു വ്യക്തിയും ഈ 4 സമയങ്ങളിൽ ഈ രഹസ്യം നിങ്ങളോട് പറഞ്ഞു തരത്തില്ല. ഇനിയും പലരും പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റും ഒക്കെ അതിൽ അറിയാമല്ലോ. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളത് ആവശ്യമുള്ളവർ കണ്ടോണം. എന്നോട് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പറയും, സാറേ ഞങ്ങളെല്ലാം വീഡിയോ കാണുന്നതാണ്. പക്ഷേ വീഡിയോയുടെ വ്യൂസ് നോക്കുമ്പോൾ അറിയാം അവരാരും കാണുന്നില്ല. കണ്ടല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിത് എല്ലാവരും കണ്ട് ആളുകൾക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അവർ നമ്മളോട് പറയുമ്പം നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എന്നോട് എന്തിനാണ് കള്ളത്തരം പറയുന്നത്? അല്ല, നിങ്ങൾ നിങ്ങളെയാണ് പറ്റിക്കുന്നത്, എന്നെ അല്ല പറ്റിക്കുന്നത്. സാറേ ഞങ്ങളെല്ലാം വീഡിയോ കാണുന്നതാണ്. നമ്മൾക്കത് വീഡിയോയുടെ വ്യൂസ് നോക്കുമ്പോൾ അറിയാമല്ലോ, എല്ലാവരും കാണുന്നതാണല്ലോ. ഈ കള്ളത്തരം പറയാതിരിക്കുക. കണ്ടില്ല അത്രയേ ഉള്ളൂ. കള്ളത്തരം പറയരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ഇതെല്ലാം ആവശ്യമുള്ളവർ കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട. അതിനകത്തൊന്നും തെറ്റില്ല. നമ്മൾ ആ ഈശ്വരനെ സങ്കല്പിച്ചാണ് പറഞ്ഞിരുന്നത്. അത് ദൈവാനുഗ്രഹം ഉള്ളവർ, ആ ഈശ്വരൻ വിധിച്ചവർ കാണും. അതെനിക്കറിയാം, അത് മതി. അല്ലാതെ നിങ്ങൾ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. എനിക്ക് ഏറ്റവും ഒരു പിണക്കുള്ള കാര്യം കള്ളത്തരം പറയുക എന്നുള്ളത്. എല്ലാവരുടെയും ജീവിതം മാറുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാൻ പലപ്പോഴും ഈ ജ്യോതിഷം, ഹസ്തരേഖ, സംഖ്യാ ജ്യോതിഷം മാറി നോക്കിയിട്ട് പരിഹാരങ്ങൾ പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾക്കകത്ത് ഹ്രീം എന്നൊരു ബീജം കാണും പല മന്ത്രങ്ങൾക്കകത്ത്. അത് അവരുടെ ജീവിതം പെട്ടെന്ന് മാറാൻ വേണ്ടിയാണ്. അതിനകത്തൊരു രഹസ്യമുണ്ട്. ഈ എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മളുടെ കുണ്ടലിനി ശക്തിയുടെ ശക്തിയിൽ ഒരു ഉണർവുണ്ടാവും മുകളിലേക്ക്. അതായത് നമ്മളുടെ നട്ടലിന് താഴെ നിന്ന് മുകളിലേക്ക് ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാകും. എന്നാലും നിങ്ങൾ ചുമ്മാ ആദ്യം ഇത് സങ്കല്പിച്ച് അത് കുണ്ടലിനിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. കുണ്ടലിനെ ഉണരുവെന്നല്ല പറഞ്ഞത്. കുണ്ടലിനി ശക്തിയിൽ ഒരു ഉണർവുണ്ടാകും. ഒരു നമ്മുടെ ഉള്ളിലെ ഈശ്വരബോധത്തിൽ ഒരു ഉണർവുണ്ടാകും. അത് മുകളിലേക്ക് സഞ്ചരിക്കുക ഓട്ടോമാറ്റിക്കായിട്ട്. എന്ന് ഉച്ചരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ സങ്കല്പിക്കുന്നതായിട്ട് വിചാരിക്കൊന്നും വേണ്ട, അത് സംഭവിക്കും. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നുണ്ട് എന്ന് ഉച്ചരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പല മന്ത്രങ്ങളും പരിഹാരത്തിന് കൂട്ടത്തിൽ പറയുന്നതിനകത്ത് ഹ്രീം എന്നുള്ള മന്ത്രങ്ങൾ പറഞ്ഞിരുന്നതിൻ്റെ കാര്യം. കായല്ല, ഹ്രീം. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിദ്യ പറഞ്ഞുതരാം. അതായത് ഈ ഹായ്ക്കൊരു ശക്തിയുണ്ട്, നമ്മുടെ ജീവിതം മാറ്റാനുള്ള ശക്തി, നമ്മളുടെ കുണ്ടലിനി ശക്തിയിൽ ഒരു ഉണർവ് ഉണ്ടാക്കാനുള്ള ശക്തി, നമ്മുടെ ഈശ്വരബോധം വർദ്ധിപ്പിക്കാനുള്ള ശക്തി, പ്രപഞ്ചവുമായിട്ട് നമ്മുടെ ബോധം കണക്റ്റ് ആക്കാനുള്ള ഒരു ശക്തി ഹായ്ക്കുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ എപ്പം വേണേലും ചെയ്യാം. രാവിലെ ചെയ്യാം, വൈകിട്ട് ചെയ്യാം, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം. ശ്വാസം, നമ്മൾ സാധാരണ ശ്വാസം വിടുമല്ലോ, ചെറു ശ്വാസം ശ്വാസം വെളിയിലോട്ട് പോകുമ്പോൾ എന്ന് മനസ്സിൽ വിചാരിക്കുക. എഴുതി 0 എടുക്കുമ്പോൾ എന്ന് മനസ്സിൽ ചിന്തിക്കുക. മനസ്സിലായില്ലേ? മനസ്സിൽ ചിന്തിച്ചാൽ മതി. വെളിയിലോട്ട് പോകുമ്പോൾ എടുക്കുമ്പോൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. അപ്പൊ ശ്വാസം വെളിയിലോട്ട് പോകുമ്പോൾ ആദ്യം വെളിയിലോട്ട് പോകുന്ന ചിന്തിക്കണ്ടേ. മനസ്സിൽ പറഞ്ഞാൽ മതി. ചെറു ശ്വാസം. നിങ്ങൾ അതിനുവേണ്ടി ശ്വാസം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചെടുക്കുക വിടുക അല്ലോ. നിങ്ങൾ ശ്വസിക്കുന്ന, നമ്മളെപ്പോഴും സാധാരണമായിട്ട് ശ്വസിക്കുമല്ലോ, അപ്പൊ അതിന്റെ കൂടെ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ ചെറു ശ്വാസം. അത് വെളിയിലോട്ട് ശ്വാസം പോകുമ്പോൾ അകത്തോട്ട് വരുമ്പോൾ ഇത് വെറുതെ ഇരുന്ന് കുറച്ചു നേരം ശ്വാസം എടുത്ത് പിടിക്കുകയൊന്നും വേണ്ട, അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈശ്വരബോധം ഉണ്ടായി വരും. നിങ്ങളുടെ ആ കുണ്ടലിനി ശക്തി ഉണർവുണ്ടാവും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടും.
നിങ്ങൾ സാക്ഷാൽ പരമേശ്വരനെ അറിയും. ഹംസ എന്ന വിദ്യയാണിത്. സോഹത്തിന്റെ തന്നെ വേറൊരു രീതിയാണ് ഹംസ. ഈ പലരും പറയും സോഹം ഹംസ എന്ന് പറയും. പക്ഷെ ഹംസ എന്ന് പറഞ്ഞ വിദ്യ എന്ന് പറഞ്ഞാൽ അത് പലർക്കും അറിയില്ല. ഇത് ഹംസ എന്നുള്ളൊരു വിദ്യയാണ്. സോഹം ഹംസ, സോഹം വിദ്യ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഹംസ. അപ്പൊ അത് ഹംസ എന്നുള്ള വിദ്യ സോഹമാണെങ്കിലും അതിൻ്റെ അത് ഹ വരുന്നുണ്ട്. ഇത് ഹംസ തിരിച്ചു ചെയ്യുന്ന ഒരു വിദ്യയാണ്. അപ്പൊ ഇത് നിങ്ങൾ ആ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. നിങ്ങളുടെ തടസ്സങ്ങൾ മാറും. നിങ്ങളുടെ ഉള്ളിലെ കുണ്ടലിനി ശക്തി ഉണർവുണ്ടാകും. ഉണർവുണ്ടാകുന്ന വെച്ചാൽ കുണ്ടലിനെ ഉണർന്നങ്ങ് സഹസ്രാർത്ഥി ചെല്ലുമെന്നൊന്നും അതിന് അർത്ഥമില്ല കേട്ടോ. അതൊക്കെ മിഥ്യാധാരണകളാണ്. കുണ്ടലിനി ശരിയായിട്ട് ഉണർവുണ്ടാകണമെങ്കിൽ അത് ശരിയായ ഗുരുവിൻ്റെ വിദ്യ കിട്ടണം. നിങ്ങൾ ഈ ശരിയായ ഗുരു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹിമാലയത്തിൽ തപസ്സൊക്കെ ചെയ്യുന്ന അവധൂതന്മാരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വിദ്യ കിട്ടണം. അത് ലക്ഷത്തിലൊരുവനെ കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ കുണ്ടലി എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർ അവരുടെ അറിവ് പറയുന്നതേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ചിലർക്ക് ചില അനുഭൂതികൾ ഉണ്ടാവും. അത് കുണ്ടലിനെ ഉണർവെന്ന് വിചാരിക്കരുത്. കുണ്ടലിനെ ഉണർന്നവന്റെ ലക്ഷണം എന്നാണെന്നറിയോ? കണ്ടവനൊട്ട് മിണ്ടത്തുമില്ല, മിണ്ടിയവനൊട്ട് കണ്ടിട്ടുമില്ല. ഇത് അറിഞ്ഞവന് സംസാരിക്കത്തില്ല. പിന്നെ ആ ഹിമാലയത്തിലൊക്കെ പോയി ഇങ്ങനെ ധ്യാനിച്ചിരിക്കും. വളവളാന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ പറയുന്നതേ ഉള്ളൂ, അല്ലെ ചെറിയ ചെറിയ അനുഭൂതികൾ പറയുന്നതേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ ആ ശിവയോഗിയാണ്. ഭഗവാനെ ഓരോ ശ്വാസത്തിലും സത്യമായ കാര്യം ചിന്തിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. കറക്റ്റ് കാര്യം പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് ഹംസ എന്നുള്ള വിദ്യ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു അനുഭൂതി നൽകും. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെ ഇല്ലാതാക്കും. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ദാരിദ്ര്യം ഉണ്ട്, നിങ്ങൾക്കെല്ലാം നഷ്ടം വന്നു, എല്ലാം നഷ്ടപ്പെട്ടു, ഇതൊക്കെ ആയിക്കോട്ടെ, ഈ വിദ്യ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ചിന്തകളും മാറി സന്തോഷമുണ്ടാകും, കർമ്മദോഷങ്ങൾ മാറും, ജീവിതത്തിൽ പുതിയ പുതിയ വഴികൾ കിട്ടും, സമ്പത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ഉയർച്ച ഉണ്ടാകും, ഈശ്വരാനുഗ്രഹം ഉണ്ടാകും, ജീവിതം അടിമുടി മാറും. ഹംസ എന്നുള്ള ഈ വിദ്യ ഇത് രാവിലെ ചെയ്യാം, വൈകിട്ടും ചെയ്യാം, ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാം. 1/2 മിനിറ്റോ 1 മിനിറ്റോ ചെയ്താൽ മതി. കണ്ണടച്ച് അങ്ങ് ചെയ്യുക. ഇത് ചെയ്തിട്ട് അല്പനേരം വെറുതെ ഇരിക്കണം. ഒരു മിനിറ്റെങ്കിലും ചെയ്യുക. എന്നിട്ട് 1 മിനിറ്റ് വെറുതെ ഇരിക്കുക. ഉള്ളിൽ ശ്രദ്ധിച്ച് ഒന്നും ചിന്തിക്കുക. ഈശ്വരൻ നിങ്ങളിലേക്ക് വരും. ഞാൻ ആ വാചകം വീണ്ടും ആവർത്തിക്കുന്നു. ഈശ്വരൻ നിങ്ങളിലേക്ക് വരും. ഇത്രയും നല്ല കാര്യമായതുകൊണ്ട് ഇത് മിക്കവാറും അധികം ആളുകൾ കാണുമെന്ന് വിചാരിക്കുന്നില്ല. ഏതായാലും കണ്ടില്ലേലും കണ്ടാലും അവനവന് കൊള്ളാം, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ അറിവുകൾ ഞാൻ പറയാൻ പറ്റുന്ന സമയം വരെ, ആ ഈശ്വരനെ ലയിക്കുന്ന സമയം വരെ, അല്ലെ പറയാൻ പറ്റുന്ന സമയം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. ആവശ്യമുള്ളതും പ്രയോജനപ്പെടുത്തിക്കോണം. അല്ലാത്തവൻ്റെ വഴിയെ പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ചിലർക്ക് പിന്നെ നമ്മൾ എന്ത് ആണെങ്കിലും അനുഭവിക്കാനുള്ള യോഗം ഇല്ലാത്തവരുണ്ട്. ഞാൻ ചില പണക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് ബാങ്ക് അക്കൗണ്ടിലൊക്കെ വലിയ ബാലൻസ് കാണും. പക്ഷേ മുഷിഞ്ഞ വസ്ത്രവും ഒക്കെ ധരിച്ച് അവരോടും ഇവരോടും 10-20 രൂപയൊക്കെ മേടിച്ച് ആഹാരവും കഴിക്കത്തില്ല, ഇങ്ങനെ നടക്കും. മനസ്സിലായില്ലേ? അത് അനുഭവയോഗമില്ല, അത്രേ ഉള്ളൂ. അതുപോലെയാണ് ചിലർ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അത് ചിലർക്ക് അറിയാൻ യോഗമില്ല. അത് തമ്പുരാൻ വിചാരിക്കണം. അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പണ്ടൊരു കഥയുണ്ടല്ലോ. അതായത് ഒരാൾ ശിവനെയും പാർവതിയെയും ശിവഭഗവാനെ വിളിക്കുന്നു. ഒരു കഥയാണ്. അപ്പം ശിവഭഗവാനെ ദിവസവും ഭയങ്കരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം പാർവതിദേവി ചോദിച്ചു, ഭഗവാനെ അവൻ എന്നെ എങ്കിലും സഹായിച്ചു കൊടുക്കുക, പോട്ടെ, രക്ഷപ്പെട്ടു പോട്ടെ, ഭാവമല്ലേ. ഭഗവാൻ പറഞ്ഞു അല്ലയോ ദേവി, അവനെ ഞാൻ അനുഗ്രഹിച്ചാൽ അവനെ അത് അനുഭവിക്കാനുള്ള യോഗമില്ല. ഉടനെ പാർവതിദേവി പറഞ്ഞു, ഓ അതൊന്നും അല്ല, ചെയ്തു കൊടുക്കുക, പാവമുണ്ട്. ശരി, ദേവിക്ക് ഞാനത് മനസ്സിലാക്കി തരാം. ഈ വിളിക്കുന്നവൻ വരുന്ന വഴിക്ക് ഒരു സ്വർണ്ണം നിറച്ചൊരു കുടം വെച്ചു. ഇവനെ നടന്നു വന്നപ്പം ഇവൻ ആ കുടം വെച്ചിരിക്കുന്ന സ്ഥലമായപ്പോൾ ഇവന് തോന്നി, ഞാൻ ഇതുവരെ കണ്ണ് തുറന്നുകൊണ്ടാണ് നടന്നത്, ഇനി ഞാൻ കണ്ണടച്ചു നടന്നു നോക്കാം, എന്തോ വരുമെന്ന് അറിയണമല്ലോ. ആ കുടത്തിന്റെ സ്ഥലമായപ്പോൾ ഇവൻ കണ്ണടച്ച് നടന്നുപോയി എന്ന് പറഞ്ഞ പോലാണ്. നല്ലൊരു വീഡിയോയിൽ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് 4 ലക്ഷം സബ്സ്ക്രൈബറോളം ഉണ്ട്, ആരും കാണത്തില്ല. എന്നിട്ട് എന്നോട് വാട്സപ്പിൽ ചോദിച്ചോളും അതെന്നാ ഇതെന്നാന്നൊക്കെ. എന്നിട്ട് അവർ പറയും എല്ലാം കാണുന്നതാണെന്ന് പറയുകയും ചെയ്യും. എന്തിനാണോ ഇങ്ങനെ പറയുന്നത്? ചിലർ അത് സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്യുന്നവരൊന്നും കാണാറില്ല. നമ്മൾ അപ്പോഴും കാണുക, മനസ്സിലാക്കുക. ഈ ബാക്കി പിന്നത്തേക്ക് വെച്ചാൽ അത് കാണാൻ പറ്റത്തില്ല, അതൊരു സത്യമാണ്. നിങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നി, അതുകൊണ്ടേ ഉള്ളൂ. കാരണം ഇതൊക്കെ അറിയേണ്ട കാര്യമാണ്. ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുന്നത്, ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. അത് ആളുകൾക്ക് ഒരുപാട് പേർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ, ഈശ്വരനെ അറിയാനും വേണ്ടിയാണ്. അപ്പോൾ അവർ നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന്
ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു, നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അല്ലാതെ അവർക്ക് ഞാൻ നോക്കിയും കൊടുത്ത ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനിലയൊക്കെ. അപ്പോൾ അവർ അവിടെ നല്ല മക്കളൊക്കെ നല്ല നിലയിൽ വന്ന് അവരുടെ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നു. ഒരുപാട് സന്തോഷം. ഇതൊക്കെ ആ നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരാ, മനസ്സിലായില്ലേ? അതൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ ആവശ്യമുള്ളവർ അത് പ്രയോജനപ്പെടുത്തുക. എല്ലാവരുടെയും ജീവിതം മാറുന്ന ഒരു അത്ഭുതകരമായ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് ഉറപ്പാണ് ജീവിതം ഉറപ്പായിട്ട് മാറിയിരിക്കുക. എത്ര നശിച്ചവനും രക്ഷപ്പെടും, എത്ര ദാരിദ്ര്യം ഉണ്ടായാലും രക്ഷപ്പെടും. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ മാസത്തിൽ ഒരു തവണ ചൈതന്യം കൂടിയ കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നിങ്ങളുടെ വീടിൻ്റെ അവിടെ ദൂരെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. വീടിൻ്റെ അവിടെ നിന്ന് ദൂരെയുള്ള ചൈതന്യം കൂടിയ 3 മാസത്തിലൊരിക്കൽ ശിവക്ഷേത്ര ദർശനം നടത്തണം. ചൈതന്യം കൂടിയ ശിവക്ഷേത്ര ദർശനം നിങ്ങളുടെ വീടിനോട് ദൂരെയുള്ള. ഉറപ്പാണ്. ഇത് മാത്രം ചെയ്തവർ തന്നെ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുറേ രഹസ്യങ്ങളുണ്ട്. അതായത് മാസത്തിലൊന്ന് ചൈതന്യം കൂടിയ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ അവിടെ വീടിന് ദൂരെയുള്ള വേണം. ഇപ്പം തിരുവനന്തപുരംകാരാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം, അതോടൊപ്പം മാസത്തിലൊന്ന് ഗുരുവായൂരൂടെ വരണം, മനസ്സിലായി? ദൂരെയുള്ള ക്ഷേത്രം അങ്ങനെ ദർശനം നടത്തുക. പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തണം, ചൈതന്യം കൂടിയ മാസത്തിലൊന്ന്. 3 മാസത്തിലൊന്ന് ചൈതന്യം കൂടിയ ശിവക്ഷേത്രം ഏറ്റുമാനൂര്, അങ്ങനെയുള്ള, ഞാനൊരു ക്ഷേത്രം പറഞ്ഞല്ലോ, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ, ദർശനം നടത്തണം. ലൈഫ് മാറുമെന്നുള്ളത്, അതിനകത്ത് യാതൊരു മാറ്റവും വേണ്ട. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വല്ല അവിടെ സമർപ്പിക്കുക, വഴിപാട് ചെയ്യില്ല, ഇങ്ങനെ വേണ്ട, തൊഴുത് ഭഗവാനേന്ന് മനസ്സിൽ നിന്ന് അങ്ങ് വിളിച്ച് പ്രാർത്ഥിക്കുക. അത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം ചിലർ പറയും വണ്ടിക്കൂലി, ഈ ട്രെയിനൊക്കെ പോയാൽ മതി, ഷട്ടിലൊക്കെ ഉണ്ട്, ഇതിനും വലിയ പൈസയൊന്നും ആകത്തില്ല. പക്ഷെ പോകണമെന്നുള്ള ചിന്ത വേണം, പോകാനുള്ള ആഗ്രഹം വേണം. പലരും വിചാരിക്കുന്നത് എനിക്ക് വേണ്ടി ആരെങ്കിലും പോയാൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന മടിയുള്ളവരെ കൂടുതലും. എന്നോട് പലരും പറയാറുണ്ട്, സാറേ ഞങ്ങൾക്ക് വേണ്ടി വഴിപാടൊന്നും ചെയ്യാവുമെന്ന് എന്നോട് പറയുക. കാരണം ഞാൻ വഴിപാട് പറഞ്ഞു കൊടുത്തിട്ട് എന്നോട് പറയാം ചെയ്തു കൊടുക്കാവുന്ന. സൗകര്യമായില്ലേ, എളുപ്പമായില്ലേ? ഞാൻ പറഞ്ഞു മേലാൽ എന്നോട് ചോദിച്ചു പോലെ അവനവൻ ആവശ്യമുണ്ടോ ചെയ്യണം, അല്ലെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാൻ ആർക്കും വേണ്ടി ഒന്നും ചെയ്യാറുമില്ല. നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, വേണം നിങ്ങൾ ചെയ്താൽ മതി, അല്ലെ ചെയ്യേണ്ടത്. എനിക്ക് എൻ്റെ വർക്കുകൾ തന്നെ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. അതുപോലെ ഞാൻ വേറെ ഒരുത്തരുടെ കർമ്മദോഷം, അവരുടെ കർമ്മം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഞാൻ വേറെ ആർക്കും വേണ്ടി ചെയ്യാറില്ല. ഞാൻ അവനവന് വേണ്ടി, ഞാൻ എനിക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാറില്ല. ഈശ്വരാന്ന് വിളിക്കാറേ ഉള്ളൂ, ഒന്നും ഞാൻ ആവശ്യപ്പെടാറ്. അപ്പം അവനവന് വേണേൽ അവനവൻ ചെയ്യുക. എല്ലാവർക്കും മടിയാണ്. ഒരു കാര്യം നടന്നു കഴിയുമ്പം പുത്തങ്കാവിലും മിക്ക അറുനാഴി പായസം നേർന്നു, അത് കാര്യം നടന്നു കഴിയുമ്പോൾ പിന്നെ പറയാം, സാറേ എനിക്ക് അവിടം വരെ വരണം, എൻ്റെ വീട്ടിൽ ആളില്ല. ഞാൻ പറഞ്ഞു, നമ്മൾക്കൊരു നേര് വേണം. നമ്മളൊരു വഴിപാട് നേർന്ന് നടന്നു കഴിഞ്ഞാൽ ആൾക്ക് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അവിടെ വരണം. അപ്പം ചിലർ പറയും, സാറേ എൻ്റെ വീട് മലപ്പുറമാണ്, അല്ലെ കോട്ടയൊക്കെ വലിയ ദൂരമായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ പെരുമ്പാവൂര, അല്ലെ എറണാകുളമാണ്. ഞാൻ പറഞ്ഞു, കാനഡയിൽ നിന്ന് വരെ ഇവിടെ ആളുകൾ വന്ന് ചെയ്യുന്നുണ്ട് പുത്തങ്കാവ് അമ്പലത്തിൽ. അവർക്കും വീടും കുടുംബം എല്ലാം ഉള്ളവരാ. അപ്പൊ നമ്മൾക്ക് മനസ്സിൽ മടി പാടില്ല. അതുപോലെ നമുക്ക് കഷ്ടപ്പെടാനുള്ള, അല്ലെ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് മെനക്കെടാനുള്ള മനസ്സ് വേണം, ക്ഷമ വേണം. ഇതെല്ലാം ഒരു ക്ഷമയുണ്ടല്ലേ നടക്കത്തുള്ളൂ. വേണ്ടാന്ന് വിചാരിച്ചാൽ ഒന്നും വേണ്ട, പല കാരണങ്ങൾ മനസ്സ് കണ്ടെത്തും. വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം വേണം. നമുക്ക് വേണ്ടി വേറെ ഒരാൾ പ്രവർത്തിക്കാനില്ലെന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണ്ടി പോയി നല്ല പ്രാർത്ഥനകളെ ഞാൻ പറയാറുള്ളൂ, ലക്ഷങ്ങൾ മുടക്കിയുള്ള പൂജകൾ ഒന്നും പറയാറില്ല. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യം. അതിനുപോലും മടിയാണെങ്കിൽ പിന്നെ ചെയ്യണ്ടെന്നേ പറയത്തുള്ളൂ. അവനവൻ്റെ വഴിക്ക് പോട്ടെ, ചോദിക്കാൻ വേണ്ട, ഞാൻ പറയത്തുമില്ല, നിങ്ങൾ ചെയ്യുവാൻ വേണ്ട, ആവശ്യമുള്ളവർ ചെയ്താൽ മതി. നമുക്ക് സമയമില്ല വെറുതെ കളയാൻ, അതാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവർക്കും പ്രയോജനമുള്ള നല്ല കാര്യങ്ങളാണ് എല്ലാ വീഡിയോയിലും പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നക്ഷത്രങ്ങളെക്കുറിച്ച് ഒരുപാട് രഹസ്യം പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കാണത്തില്ല. എന്നിട്ട് പോയി തട്ടിപ്പിലും വെട്ടിപ്പിലും എല്ലാം ചാടി പൈസ പോയി കഴിയുമ്പം പറയും, സാറേ അവിടെ പോയി അത്ര രൂപ പോയി, ഇത്ര രൂപ പോയി. ഇങ്ങനെ പറയാൻ ഇഷ്ടം, അത് എൻജോയ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ അബദ്ധത്തിൽ ചാടിയിട്ടൊക്കെ അത് പറഞ്ഞ് അങ്ങ് രസിക്കുവാന്ന് എനിക്ക് തോന്നുന്നുണ്ട് പലരും. നമ്മൾ വീഡിയോയിൽ ഇന്ന നാളുകാലം ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന വഴിപാട് ചെയ്യണം, ലളിതമായ കാര്യം പറ, അതൊന്നും കേൾക്കത്തുമില്ല, കാണത്തുമില്ല. എന്നിട്ട് സാറേ എൻ്റെ പൈസ അവിടെ പോയി ഇവിടെ പോയി ഇതങ്ങ് സന്തോഷിക്കുക, ഒരു എൻജോയ് ചെയ്യുമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു അബദ്ധം പറ്റിയെന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ വാട്സപ്പിൽ പലരും പറയുന്നതാണ്, എനിക്ക് അവിടെ തട്ടിപ്പോയിട്ട് ഇവിടെ തട്ടിപ്പോയി, എവിടെ പോയി എൻ്റെ പൈസ പോയി. ഇതൊക്കെ അവനവൻ ആര് പറഞ്ഞിട്ട്, അവനവൻ തന്നെ ചെയ്യുന്ന കാര്യമല്ല, നല്ല കാര്യം പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. പണ്ടൊരു കഥയുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസനെ ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരും നമ്മൾ ഈശ്വരനെ കാണണം, ആ ഈശ്വരനെ കണ്ട്
നമ്മൾ ഈശ്വരനെ വന്ദിക്കണം എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ശിഷ്യന്മാരെ ക്ലാസ് എടുത്തു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശിഷ്യൻ പോയപ്പം ഒരു ആന ഇങ്ങനെ മതവിളകി വരുന്നു. അപ്പം ഇവൻ ഉടനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ആ ഒരു ചൂടിൽ ഇവൻ ആ ആനയുടെ മുന്നിലോട്ട് അങ്ങോട്ട് നിന്നാണ്. എല്ലാത്തിനും ഈശ്വരനെ കാണാനാണല്ലോ ഗുരുദേവൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ ആനയിൽ ഈശ്വരനെ കാണുന്നു പറഞ്ഞ് കൈ കുപ്പി. ആന വന്നപാടെ ഇവനെ ചുരുട്ടി എടുത്ത് ഒരൊറ്റ അടി അടിച്ച് ഒരു ഏറ് വെച്ചു കൊടുത്തു. അപ്പോഴത്തേന് ഇവന്റെ കൈയും കാലും ഒടിഞ്ഞ് ഇവനെ ആശുപത്രി കിടക്കുക. അപ്പോൾ ഇവൻ ആശുപത്രി ചെന്നപ്പം അദ്ദേഹം ആശുപത്രി ഇവനെ കാണാൻ ചെന്നപ്പം പറഞ്ഞു, ഗുരുദേവ അങ്ങ് പറഞ്ഞ പോലെ എല്ലാത്തിലും ഞാൻ ഈശ്വരനെ കണ്ടതാ, എനിക്ക് ഈ തല്ല് കിട്ടിയ ആനയുടെ കയ്യിൽ നിന്ന് ആനയെടുത്ത് തന്നെ എറിഞ്ഞു കളഞ്ഞു, എല്ലാം ഒടിഞ്ഞു പോയി. അപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, എടോ തന്നോട് ആനപ്പുറത്ത് ഒരുത്തം പറഞ്ഞില്ലായിരുന്നു മാറി നിൽക്കടാന്ന്, നീ എന്താ അവനിൽ ഈശ്വരനെ കാണാന്ന് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വീഡിയോക്കകത്ത് നല്ല കാര്യം പറയുമ്പോഴൊന്നും കേൾക്കത്തില്ല. ഇന്ന ആളുകാർ ഇന്നത് ശ്രദ്ധിക്കണം, ഇതൊക്കെ ഓരോ അബദ്ധങ്ങളും പറ്റിക്കഴിയുമ്പോൾ സാറേ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ഏത് വീഡിയോ ആണെന്നൊക്കെ ചോദിക്കും. ഈ സേവ് ചെയ്തിടുന്നതിനൊന്നും കാര്യമില്ല. അന്നന്ന് കാണുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക. പിന്നെ ആവശ്യമുണ്ടേ മതി കേട്ടോ. ഞാൻ കാണണമെന്നൊന്നും പറയില്ല. അവനവന് ആവശ്യമുണ്ട്, അവനവനെ കാണുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് എല്ലാവർക്കും ഒരു ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വിഷയം പറയുന്ന ആളല്ല. ഇപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഡിയോയ്ക്ക് വലിയ ലുക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും മനസ്സ് ശുദ്ധമാണ്, സത്യമേ പറയത്തുള്ളൂ. എല്ലാവർക്കും നന്മ വരണമെന്നുള്ള ചിന്തയേ ഉള്ളൂ. പിന്നെ വലിയ സെറ്റപ്പ് ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ വലിയ ആളുകളെ പറ്റിക്കുന്ന കാര്യങ്ങളും ഒന്നും ഞാൻ പറയാറില്ല. അങ്ങനെയൊക്കെ അതൊക്കെയാണ്. പക്ഷെ പറയുന്നത് സത്യമാണ്, മനഃശുദ്ധിയോടുകൂടിയാണ് പറയുന്നത്, നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് ചെയ്യുന്നവർക്ക് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. കാരണം ഈ നക്ഷത്രങ്ങളെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അറിയാതെ ആളുകൾ പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ഒരു മനസ്സിനൊരു വിഷമം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, അല്ലെ കാണണ്ട, അതിനകത്തൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പം എല്ലാവർക്കും ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഓം നർപ്പവി 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 എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് അതിൻ്റെ അർത്ഥം സിദ്ധമന്ത്രമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ മനസ്സിൽ സങ്കല്പിച്ച് പറയുക. അത് വെറുതെ ആകത്തില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.